അങ്ങനെ വീട്ടിലോട്ട് 2 ജിഞ്ചർ ചിക്കനും കൂടെ പാർസലാക്കിയിട്ട് ഞാൻ കഫേയിൽ നിന്ന് എഴുന്നേറ്റു. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ റിസപ്ഷനിൽ ഇവിടെ കുറച്ച് മ്യൂസീഷ്യൻസ് എപ്പോഴും ഇങ്ങനെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാറുണ്ട്. അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇന്ന് അവരെ കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കെ ഇവിടെ മേലോട്ട് ജസ്റ്റ് കയറി, കാരണം എൻ്റെ യൂബർ വരാൻ വേണ്ടി ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ കായലിൻ്റെ ഭാഗം ഇങ്ങനെ നന്നായി കാണാൻ പറ്റും. ഇവർക്ക് ഈ ഹോസ്പിറ്റലിന് ഈ കായൽ ഭാഗത്തോട്ടൊരു പ്രൈവറ്റ് എൻട്രി തന്നെയുണ്ട്. മേ ബി ഇൻ്റർനാഷണൽ പേഷ്യൻസ് ഒക്കെ ഒരുപാട് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പം സഞ്ചരിക്കാൻ ഇവിടെ ബോട്ടും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. അതിലവർ യാത്ര ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെ കാർ എത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി. ഡോക്ടർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരുന്നിൻ്റെ ഡോസ് കുറച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അതായത് കറക്റ്റ് സമയത്ത് ഉറക്കം, ഭക്ഷണം, പിന്നെ സ്ട്രെസ് ഇല്ലായ്മ, സ്ക്രീൻ ടൈം കുറയ്ക്കുക, യാത്ര ചെയ്യുമ്പോൾ ബസ്, കാറ് എന്നിവയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. പൊതുവേ എനിക്ക് പ്ലാൻ ചെയ്യാതെ എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇന്നെന്തോ ഞാനതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം ഇപ്പോൾ എത്താറായി. ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്യാതെ ഞാൻ പോവാറില്ല എന്ന് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. കാരണം പോകുന്ന വഴിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ തലവേദന വീണ്ടും പൊക്കും. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് വെറും 20 മിനിറ്റേ ഉള്ളൂ ആ ഹോസ്പിറ്റലിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ അതെ, എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുന്ന വീടാണ് ആലുവയിലുള്ളത്. നോർമലി അവൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഉള്ളത് കർണാടകയിൽ. പക്ഷേ ഇപ്പോൾ ഒരു എക്സാം ആയിട്ട് അവൾ നാട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയി കരുതുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതിലൊന്നാണ് എനിക്ക് ഈ മുത്ത്, എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുവാവ, എൻ്റെ തരുക്കുട്ടി. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാടി പിടിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിച്ചേ പറ്റുള്ളൂ എന്ന് എല്ലാവരുടെയും കൂടെ ബഹളം. എന്തായാലും എനിക്ക് വല്ലാത്ത കപ്പാസിറ്റി തന്നെ. ഞാൻ അവിടെ ഇന്ന് ഇരുന്ന് കൊടുത്തു. കുറച്ച് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ, എന്നാലും ഞാനങ്ങ് കഴിച്ചു. അത്യാവശ്യം നല്ല അടിപൊളി വിഭവങ്ങൾ എൻ്റെ അനിയത്തിയുടെ അമ്മ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുന്നത് അറിഞ്ഞില്ല എന്നുള്ള ഭയങ്കര സങ്കടം പറഞ്ഞു. എന്നാലും കണ്ടില്ലേ, ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ അവളുടെ കുഞ്ഞി ചെയറിൽ വന്നിരുന്ന് അവളുടെ ഫുഡ്, കുറച്ച് പൊരിയാണ് പ്ലേറ്റിൽ വെച്ചു കൊടുത്തിട്ടുള്ളത്, അത് കാര്യമായി അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അവളായിട്ട് ഇങ്ങനത്തെ ഒരു കളി കളിക്കാൻ നല്ല രസമാണ്. കണ്ടില്ലേ, കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നുള്ളൂ. പെട്ടെന്ന് ഇറങ്ങി, കാരണം ഇനി പൊന്നാനി എത്തണം, ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഊബർ വിളിച്ച് ഞാൻ പറവൂർ സ്റ്റാൻഡിലോട്ട് പോവുകയാണെന്ന്. അവിടെ നിന്ന് ഗുരുവായൂർ ബസ് കയറണം. അപ്പോൾ ഓക്കെ.